അടുപ്പിൽ തീ കൊടുക്കുന്നതോടെ തന്നെ അഗ്നിനാളങ്ങൾ ജ്വലിപ്പിക്കുന്നതോടെ തന്നെ തലസ്ഥാന നഗരത്തിൽ ഒന്നാകെ യാഗശാലയായി മാറുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ദേവീ ഭക്തർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പുളിമൂട് നമ്മൾ ഈ കാണുന്ന കാഴ്ച സെക്രട്ടറിയേറ്റിന് മുന്നിലെല്ലാം തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ്. ആദ്യം പൊങ്കാല അർപ്പിക്കുന്നതിന് മുന്നോടിയായി ഇപ്പോൾ ഭക്തരെല്ലാവരും ദേവിക്ക് പടുക്ക സമർപ്പിക്കുക. അതായത് ഒരിയും പഴവും അവലും മലരും എല്ലാം കരിക്കും എല്ലാം വെച്ച് നേദിച്ചുകൊണ്ടുള്ള പടുക്ക സമർപ്പിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇനി ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് നഗരത്തിലാകെ ലഭിക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഈ അടുപ്പുകളിലേക്ക് തീ പകരുന്ന ഘട്ടമാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എല്ലാവരും ദേവീ ഭക്തർ അവർ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരുന്നത് ഈ ഒരു അസുലഭ മുഹൂർത്തത്തിന് വേണ്ടിയാണ്. പൊങ്കാല പ്രധാനമായും മൺകലത്തിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. മൺകലത്തിൽ പൊങ്കാല ഇട്ടാൽ മാത്രമേ ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടപ്രസാദമായി മാറുകയുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു നിവേദ്യം ഉറപ്പായും മൺകലത്തിൽ തന്നെ അർപ്പിക്കുന്നതാണ് രീതി. അത് തന്നെയാണ് കാഴ്ച. കാരണം ഒന്നിലധികം നിവേദ്യങ്ങൾ ഇവിടെ സമർപ്പിക്കാറുണ്ട്. അത് പായസമാണെങ്കിലും മണ്ടപ്പുറ്റ്, തെരളി ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ പൊങ്കാല സമർപ്പിക്കുന്നത് അധികവും ഈ മൺകലത്തിൽ തന്നെയാണ്. അങ്ങനെ ദേവിക്ക് ഇഷ്ടപ്രസാദമായ പൊങ്കാല അർപ്പണത്തിനുള്ള സമയമെടുക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും തന്നെ ദേവീ ഭക്തർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മൺകലവും ഇതിൽ ഈ പഞ്ചഭൂതങ്ങളുമായി ചേർത്ത് വയ്ക്കപ്പെട്ട ചില സങ്കല്പങ്ങളുണ്ട്. അതായത് മൺകലവും അരിയും പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനൊപ്പം ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൂടി ഉൾപ്പെടുന്നതോടെ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ തീവ്രത തന്നെയാണ് കഴിഞ്ഞ 7 ദിവസത്തിലധികമായി ദേവീ ഭക്തർ തലസ്ഥാന നഗരത്തിലേക്ക് വന്ന് ഈ പൊങ്കാല അർപ്പിക്കുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരം ഉത്സവത്തിൻ്റെ 1-ാം നാൾ മുതൽ തന്നെ ഈ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ പിടിച്ചെല്ലാം ഭക്തർ അവിടെ കേന്ദ്രീകരിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ